ഹലോ. അപ്പോൾ ഡിസംബർ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും സ്റ്റാറൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തിച്ച് കടകളൊക്കെ ആകെ ഇപ്പം കളറായിട്ടിരിക്കുക. ക്രിസ്മസ് വരുന്നതിന് മുന്നേ ഒരു സ്റ്റാർ വീട്ടിലിട്ടില്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു സമാധാനവും കിട്ടത്തില്ലെന്നേ. പിന്നെ കുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ പറയവേ വേണ്ട. എവിടെങ്കിലും ഒരു സ്റ്റാർ ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും എന്താ നമ്മുടെ വീട്ടിൽ ഇടാത്തേന്ന്. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാധനമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കടയിലോട്ട് കയറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അങ്ങ് വേണമെന്നോ. ഇത് നമ്മുടെ കായംകുളത്തുള്ള സ്കൈ ബ്ലൂ കളക്ഷൻസ് എന്ന് പറഞ്ഞ കടയാട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സാധനം മേടിക്കാൻ വന്നത്. ഇവിടെ ക്രിസ്മസിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്ക് വേറെ ഒരു കടയിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ക്രിസ്മസിന് വേണ്ടുന്ന എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാം ഇവിടുന്ന് കിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ വേറെയുള്ള കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ അത്യാവശ്യം ഇച്ചിരി റേറ്റും കുറവായിരിക്കും. പിന്നെ നമ്മളൊരു കടയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ചുമ്മാ അങ്ങ് നിരക്കും. മേടിക്കാനൊന്നുമല്ല, എന്നിട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ മേടിച്ചോണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണമെന്ന് 5-6 സാധനം മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് നമ്മുടെ കായംകുളത്തുള്ള ഷാർജ കടയിൽ. ഇതും അറിയാത്തവരായിട്ട് ആരും കാണില്ല. ഇവിടെ 45 രൂപയുള്ള ഷാർജയ്ക്ക് എൻ്റെ കൊച്ചിലെ തൊട്ടേ ഞങ്ങൾ പോകുന്ന കടയായിട്ട്. ഇവിടുത്തെ ഷാർജ തൊട്ട് വേറെ എങ്ങും വരത്തില്ല. അങ്ങനെ അതെല്ലാം മേടിച്ച് പെറുക്കിക്കൊണ്ട് വീട്ടിൽ വന്ന് എല്ലാ സാധനങ്ങളും വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കണ്ട ആകെ മൊത്തം കളറാക്കിയത് കണ്ട. അപ്പം എങ്ങനെയുണ്ട് ഞങ്ങളുടെ അലങ്കാരപ്പണികൾ? അലങ്കോലമല്ലാത്ത അലങ്കാരപ്പണികൾ എങ്ങനെയുണ്ട്? കളറായിട്ടില്ലേ? ഇതിപ്പോൾ ദാന്നും പറഞ്ഞ ക്രിസ്മസും അങ്ങ് പോകും, ന്യൂ ഇയറും അങ്ങ് വരും. പിന്നെ നമ്മൾ അടുത്ത ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കണം ഇങ്ങനെ ഒന്ന് സ്റ്റാറൊക്കെ ഇട്ട് കളറാക്കാൻ. അപ്പോൾ എന്തായാലും ഈ വർഷത്തേക്കുള്ളതായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.